സാധാരണക്കാരൻ്റെ ഒരു യാത്രാ ഉപാധിയാണ് റെയിൽവേ. കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ മറ്റ് ഏത് സംസ്ഥാനങ്ങളിലേക്കും റെയിൽവേ ഗതാഗതം ഇപ്പോൾ സുലഭമായിട്ടുണ്ട്. മാത്രമല്ല, ദീർഘദൂര യാത്ര ട്രെയിനെ ആശ്രയിക്കുന്നതാണ് നല്ലത്. സാമ്പത്തികമുള്ളവർക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാം, പക്ഷേ സാമ്പത്തികം കുറവായവർക്ക് ഏറ്റവും ലളിതമായ ഒരു യാത്രയാണ് റെയിൽവേ ഗതാഗതം. റെയിൽവേ ഗതാഗതത്തിന് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അവിടേക്ക് കാലേ കൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. കുറഞ്ഞത് ഒരു 3 മാസം മുമ്പെങ്കിലും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. നമ്മളൊരു ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ കഴിവതും നേരത്തെ ട്രെയിൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരേ കോച്ചിൽ അടുത്തടുത്ത സീറ്റുകളായിട്ട് നമുക്ക് ഇരുന്ന് പോകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് അടുക്കും തോറും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആ സാധ്യത വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ഒരു കോച്ചൊക്കെ മാറി വ്യത്യാസപ്പെട്ട് ഒക്കെ യാത്ര ചെയ്യേണ്ട അവസ്ഥകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു 3 മാസം മുമ്പെങ്കിലും നമ്മൾ അത് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണയുണ്ടായിരിക്കണം. പലപ്പോഴും നമ്മുടെ ഈ കേരളം പോലുള്ള തെക്കൻ സംസ്ഥാനങ്ങൾ സാധാരണഗതിയിൽ ചൂട് കാലാവസ്ഥയാണ്. എന്നാൽ ഇന്ത്യയുടെ നോർത്തേൺ സൈഡിലേക്ക് പോകുന്തോറും തണുപ്പ് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും യാത്ര. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള യാത്രകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അവിടെ തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റിയ വസ്ത്രങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ യാത്രയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ എന്ന രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ 1-2 യാത്ര ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ കിട്ടുക. സാധാരണഗതിയിൽ നമ്മൾ ഉഷ്ണപ്രദേശത്തേക്ക് യാത്ര ചെയ്യുന്ന പോലെ നമ്മൾ തണുപ്പ് പ്രദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഓരോ ദിവസവും നമുക്ക് മാറി ഡ്രസ് അണിയേണ്ട ആവശ്യമില്ല. കാരണം തണുപ്പ് പ്രദേശത്ത് വിയർപ്പും കാര്യങ്ങളും കുറവായിരിക്കും. എനിക്ക് ഒരു ചെറിയ അമളി പറ്റിയത് ഞാൻ കുളു മണാലിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു 13 ദിവസത്തെ യാത്രയാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. 13 ദിവസത്തേക്ക് 13 ജോഡി ഡ്രസ്സുകൾ ഞാൻ ലഗേജിൽ എടുക്കുകയുണ്ടായി. കാരണം എന്താ, ഓരോ ദിവസം ഓരോ ഡ്രസ്സ് മാറണം എന്നാണ് എൻ്റെ പഴഞ്ചൻ ചിന്താഗതിയിലുണ്ടായിരുന്നത്. ഫലമോ ഇത്രയും ഭാരമുള്ള ലഗേജും താങ്ങി പിടിച്ച് നമ്മൾ ഈ തണുപ്പ് രാജ്യത്ത് പോയി അവിടെ പോയിട്ട് നമ്മൾ ആകെ ഡ്രസ്സ് അണിഞ്ഞത് 4-5 ജോഡി ഡ്രസ്സ് മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ സ്വല്പം ശ്രദ്ധിക്കണം. തണുപ്പ് ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് 1-2 ദിവസം കൂടുമ്പോഴൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്താലും മതിയാവും. അപ്പോൾ നമുക്ക് ലഗേജ് വളരെ കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ ഉഷ്ണപ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്, അതായത് നോർത്തേൺ സൈഡിൽ നിന്ന് തെക്കൻ സൈഡിലേക്കാണെങ്കിൽ ഈ പറഞ്ഞ പണി പറ്റില്ല. അപ്പോൾ നമ്മൾ ദിവസേന ഡ്രസ്സ് മാറാവുന്ന തരത്തിൽ ലഗേജ് എടുക്കണം. കാരണം ഉഷ്ണസ്ഥലത്ത് വിയർപ്പും കാര്യങ്ങളും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ യാത്ര പുറപ്പെടും മുമ്പ് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന മെഡിസിൻ, പനി, ജലദോഷം, അതുപോലെ ഗ്യാസിനുള്ള ഗുളികകൾ, ലൂസ് മോഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും ചിലപ്പോൾ ചിലർക്ക് ചില സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഭക്ഷണ രീതി പിടിക്കണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ അത് ഫുഡ് പോയ്സണായിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ലൂസ് മോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള മരുന്നുകൾ നമ്മൾ കയ്യിൽ പിടിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മരുന്ന് ദിവസവും കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാതെ അത് കൈ പിടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന മരുന്ന് ചിലപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ ലഭിച്ചു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ പോകുന്ന മുറയ്ക്ക് അതിനനുസരിച്ചുള്ള മരുന്നുകൾ നമ്മൾ കാലേ കൂട്ടി നമ്മളത് വാങ്ങി വയ്ക്കുന്നതാണ് ഉചിതം. പിന്നെ നമ്മൾ ട്രെയിൻ യാത്ര, ദീർഘദൂര യാത്രയാണെങ്കിൽ അതിന് ട്രെയിനിൽ പാൻട്രി ഉണ്ടായിരിക്കാം,
പക്ഷെ അവിടുത്തെ ഭക്ഷണം സാധാരണഗതിയിൽ ഞാൻ കണ്ടുവരുന്നത് ഉപ്പ്, പുളി, എരിവ് എന്നിവയൊന്നും ഇല്ലാത്ത തരത്തിൽ ഒരു തരം വെട്ടിക്കൂട്ട് ഭക്ഷണമാണ് റെയിൽവേ പാൻട്രി കാറിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് യാത്രയിൽ ഭക്ഷണം അതാത് സ്റ്റേഷനുകളിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. താരതമ്യേന വിലയും കുറവാണ്. ട്രെയിനിൽ ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് ഭക്ഷണം ലഭിക്കും. മിക്കവാറും നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സമയങ്ങളിലൊക്കെ നിർത്തുന്ന തരത്തിലുള്ള സ്റ്റേഷനുകൾ ട്രെയിൻ പോകുന്ന എല്ലാ ഭാഗത്തേക്കും ഉണ്ട്. ചിലപ്പോൾ 1 മണിക്കൂർ മുൻപൊക്കെയുള്ള സ്റ്റേഷനിൽ വെച്ച് നമുക്കത് വാങ്ങി വെക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാരോട് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശ ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ ഭക്ഷണം പുറമെ നിന്ന് വാങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഡിസ്റ്റിൽ വാട്ടർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ പലതിലും ഉപ്പ് കലർന്ന അത്ര ശുദ്ധിയുള്ള വെള്ളമൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഫുഡ് പോയ്സണിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിവതും യാത്രയിൽ ഡിസ്റ്റിൽ വാട്ടർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. റെയിൽവേയുടെ റെയിൽ നീർ എന്ന് പറഞ്ഞ വെള്ളത്തിന് അതിന് 15 രൂപയ്ക്കേ ഉള്ളൂ. പുറമെന്ന് വാങ്ങുന്നതിന് 20 രൂപയൊക്കെ വരും. അപ്പോൾ നമ്മൾ ആ വെള്ളം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അത് നമ്മൾ ഡിസ്റ്റിൽ വാട്ടർ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ട്രെയിൻ യാത്രയിൽ എൻ്റെ പഴയ ഒരു ചിന്താഗതിയായിരുന്നു ദിവസം കാലത്ത് എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം കുളിക്കണമെന്നുള്ളത്. മുമ്പ് ഒരു 10-20 വർഷം മുമ്പ് ഞാൻ യാത്ര ചെയ്യുമ്പോൾ പലരും കാലത്ത് സമയങ്ങളിൽ പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം കുളിച്ചു വരുന്നത് കണ്ടിട്ടുണ്ട്. അന്നാളുകളിലെല്ലാം ഞാനും കാലത്ത് എഴുന്നേറ്റാൽ കുളിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ ദൗർലഭ്യം കാരണം ഞാൻ നേരത്തെ എഴുന്നേറ്റ് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ഞാൻ കുളിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈയിടെയുള്ള യാത്രകളിലൊക്കെ ഞാൻ കണ്ടത് സാധാരണഗതിയിലെ ആളുകൾ പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം കുളിക്കുന്ന പരിപാടി ഞാൻ ഒരാളും ചെയ്യുന്നത് കണ്ടില്ല. അതിനർത്ഥം ട്രെയിൻ യാത്രയിൽ അത്യാവശ്യം ഇപ്പോൾ കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം യാത്രയിൽ ഇപ്പോൾ നമ്മൾ കാര്യമായിട്ടുള്ള അധ്വാനങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുന്നു. അങ്ങനെയുള്ള ചെറിയൊരു മുഷിച്ചിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അധ്വാനങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് വിയർപ്പും കാര്യങ്ങളും കുറവായിരിക്കും. മാത്രമല്ല ട്രെയിനിൽ അത്യാവശ്യം പങ്കും കാര്യങ്ങളുള്ളതുകൊണ്ട് താരതമ്യേന ഒരു ചൂട് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ ആളുകൾ കുളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും അത്യുത്തമം. കാരണം ഞാൻ കഴിഞ്ഞ ഒരു തവണ ഡൽഹി യാത്രയിൽ ഞാൻ പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ചു. പിറ്റേ ദിവസം എനിക്ക് ജലദോഷം പിടിപെട്ടു. അന്നേരം എനിക്ക് മനസ്സിലായി ട്രെയിൻ യാത്രയിലുള്ള ഈ കുളി അത്ര ഗുണകരമല്ല എന്നുള്ളത്. അപ്പോൾ നമ്മളത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് പഴയതുപോലെയല്ല ട്രെയിൻ ഗതാഗതം. ഇപ്പോൾ അതിവേഗത്തിൽ ഓടാൻ തക്ക രീതിയിലുള്ള റെയിൽ പാളങ്ങളാണ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് പണ്ടത്തെ പോലെയുള്ള കുടുക്കമോ ഇല്ലാത്ത തരം വൺ റെയിൽ പോലെ അത് ഇടയിൽ സ്റ്റീൽ വെൽഡിങ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഒരൊറ്റ റെയിൽ പോലെ ആക്കിയതിനാൽ ട്രെയിൻ ഗതാഗതത്തിന് കുടുക്കും ചാട്ടൊക്കെ വളരെ കുറവാണ്. ഏകദേശം ഒരു വിമാനയാത്രയ്ക്ക് ഉള്ളതുപോലെ തന്നെ സുഖകരമായ യാത്രയാണ് ട്രെയിൻ യാത്രയും. കാര്യം 2-3 ദിവസം നമുക്ക് യാത്രയിൽ ചിലപ്പോൾ ട്രെയിനിൽ ചിലവഴിക്കേണ്ടി വരും എന്നത് ഒരു ന്യൂനത മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളിൽ ട്രെയിൻ യാത്ര തന്നെയാണ് ഏറ്റവും അത്യുത്തമം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള, യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടാവണം.
അവിടേക്ക് നമുക്ക് നേരിട്ട് മുൻകൂട്ടി ഈ ഹോട്ടലുകളോ മറ്റോ വേണമെങ്കിൽ അത് നമുക്ക് ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടൽ തപ്പിപ്പിടിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ധാരാളം മൊബൈൽ ആപ്പുകളുണ്ട് ഈ ഹോട്ടൽ, അതുപോലെ തന്നെ ട്രെയിൻ, ബസ് ബുക്കിങ്ങിനായിട്ടുള്ളത്. അവയെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള, ഏറ്റവും വില കുറഞ്ഞ, ഏറ്റവും സൂട്ടബിളായിട്ടുള്ള ഹോട്ടലുകൾ എന്ന് അറിയാനും പറ്റും. മാത്രമല്ല, നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേഷൻ അല്ലെങ്കിൽ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോട്ടൽ, അവിടെ ഹോട്ടൽ റെൻറ്റ് കുറവുള്ളത്, സൗകര്യമുള്ളത് ഒക്കെ നമുക്ക് നോക്കി തിരഞ്ഞെടുക്കാനായിട്ട് ഓൺലൈനിൽ സാധിക്കുന്നതിനാൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഹോട്ടൽ റെൻറ്റിൽ സാരമായ വ്യത്യാസം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ടൂർ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ധാരാളം പാക്കേജുകളുണ്ട്. അത് നമ്മൾ 2-3 സൈറ്റുകളൊക്കെ നമ്മളത് സെർച്ച് ചെയ്ത് വില കുറവും എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന യാത്രകളെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടൂർ പാക്കേജ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ആയാസരഹിതമായിട്ട് നമുക്ക് ടൂറിസ്റ്റ് പ്ലേസുകൾ സന്ദർശിക്കാൻ കഴിയും. അതുപോലെ തന്നെ യാത്രയുടെ കാര്യത്തിലായാലും നമുക്ക് നേരത്തെ തന്നെ യാത്ര ചെയ്യാനുള്ള ക്യാബുകളും നമുക്ക് ബുക്ക് ചെയ്ത് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. അങ്ങനെ ചെറിയ ടിപ്പുകൾ നമ്മൾ യാത്രയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ യാത്ര വളരെ ആയാസരഹിതമായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ പ്രത്യേക പരിഗണന നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള യാത്രയിലുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തെക്കുറിച്ചൊരു മുൻകൂട്ടിയുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ ആ സ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സാധാരണ മുൻപ് നമ്മൾ ഒരു പുതിയ സ്ഥലത്തെത്തുമ്പോൾ അവിടെ ചെല്ലുന്നു, അത്ഭുത പരതന്ത്രനായിട്ട് നമ്മൾ ആ സ്ഥലങ്ങൾ കാണുന്നു. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ആ സ്ഥലത്തെക്കുറിച്ച് ഒരല്പം സ്റ്റഡി ചെയ്തതിന് ശേഷം പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. സാധാരണഗതിയിൽ നമ്മൾ പറയും കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയണ്ട എന്ന് പറയും. അതല്ല, നമ്മൾ ആ സ്ഥലത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടായാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സ്ഥലം നമ്മളുടെ മനസ്സിലുള്ളത് മിസ്സായിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോകുവാനൊക്കെ നമുക്ക് സാധിക്കും. അക്കാര്യത്തിൽ എനിക്ക് സന്തോഷ് ജോർജ് കുളങ്ങര സാറിനോട് വലിയ മതിപ്പാണുള്ളത്. അദ്ദേഹം പോകുന്നതിന് മുമ്പ് നടത്തുന്ന ഓരോ യാത്രയുടെയും സ്റ്റഡി, ഒരു അധ്യാപകൻ വിദ്യാർത്ഥിക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുൻപ് തൻ്റെ പോർഷൻ മറച്ചു നോക്കി അതിൽ വേണ്ട കാര്യങ്ങളെല്ലാം വ്യത്യാസപ്പെടുത്തി നോട്ടുകൾ തയ്യാറാക്കുന്ന പോലെ സന്തോഷ് ജോർജ് കുളങ്ങര സാറും യാത്രയെ അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്രകളെ നമ്മൾ കേരളക്കാരെ എന്നല്ല ഇന്ത്യ, ലോകം മുഴുവനും ഒരുപോലെ ഉറ്റുനോക്കുന്നത്. ഒരു ഏകാന്ത പതികനായിട്ട് യാത്ര ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഒറ്റയ്ക്ക് നടന്ന് ക്യാമറ കണ്ണിലൂടെ കണ്ടു തീർത്ത അദ്ദേഹത്തിൻ്റെ ഓരോ യാത്രാ പരിപാടികളും എനിക്കും വളരെ ഇഷ്ടമാണ് കാണുവാനും കേൾക്കുവാനും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനുവേണ്ടി ധാരാളം പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. അതുപോലെ ഒരു പ്രിപ്പറേഷൻ അത്ര തന്നെ ഇല്ലെങ്കിലും നമ്മൾ ചെറിയ തോതിലെങ്കിലും അത് നടത്തിയാൽ നമ്മുടെ യാത്ര കൂടുതൽ സൗകര്യമായിരിക്കും. അതുതന്നെയാണ് അതിൻ്റെ കാരണം. ഇനി നമ്മൾ വിദേശത്തേക്കാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെയാണ്. നേരത്തെ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ
ചിലവിൽ നമുക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ നമ്മൾ ഒരല്പം മുൻകൂട്ടി ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് പോകുന്ന ഫ്ലൈറ്റിൻ്റെ ചാർജിന് ഇരു ഭാഗത്തേക്കും ഫ്ലൈറ്റിന് പോയി വരാവുന്ന ടിക്കറ്റുകൾ ലഭിക്കുന്ന പല സന്ദർഭങ്ങളുണ്ട്. അതുപോലെ സീസൺ നോക്കണം. സീസണിൽ യാത്ര വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഉചിതമായ ഒരു യാത്രാ ടൈം നമ്മളെടുക്കുക. കൂടുതൽ പീക്കായിട്ടുള്ള സമയങ്ങളും എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ കൂടുതൽ ലോ ആയിട്ടുള്ള സമയങ്ങളും സന്ദർഭങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഇടമധ്യത്തിലുള്ള ഒരു യാത്രയാണെങ്കിൽ നമുക്ക് പൈസയുടെ കാര്യത്തിലായാലും എൻജോയ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പഴയ കാലമല്ല, നമ്മൾ പുതിയ തലമുറ ഇപ്പോൾ യാത്രയെ കൂടുതൽ ഇഷ്ടപ്പെടുകയും പ്രേമിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് യാത്ര എന്ന് പറഞ്ഞത് ഒരു അത്യാവശ്യം കാര്യങ്ങൾക്ക് മാത്രമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല. യാത്ര ഒരു ആവശ്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കൂടുതൽ യുവജനങ്ങളും യാത്രയെ സ്നേഹിക്കുന്നു. അവർ ഒറ്റയ്ക്കായിട്ടും ഗ്രൂപ്പായിട്ടും ഇന്ത്യക്കുള്ളിലും ഇന്ത്യക്ക് പുറത്തും യാത്ര ചെയ്ത് അവരുടേതായ യാത്രാ വിവരണങ്ങൾ യൂട്യൂബിലൂടെയും അതുപോലെ ഇൻ്റർനെറ്റിലൂടെയും ധാരാളം യുവാക്കന്മാരും യുവതികളും ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടുള്ള വിവരണങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. യാത്രയെ സ്നേഹിക്കുക. നമ്മൾ ജനിച്ച സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ട് മരിച്ചു പോകാനുള്ളതല്ല. ഈ ലോകം എത്ര സുന്ദരമാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ യാത്ര അല്പം ചെയ്താലേ അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. പരന്നു കിടക്കുന്ന ലോകത്ത് എന്തെല്ലാം കാഴ്ചകൾ! ആ കാഴ്ചകളിൽ ഒരല്പമെങ്കിലും ആ കാഴ്ചയുടെ സമുദ്രത്തിൻ്റെ ഒരു കൈക്കുമ്പിളെങ്കിലും നമ്മൾ സ്വീകരിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും നമ്മൾ ആസ്വദിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവൂ. അതുകൊണ്ട് യാത്രയെ സ്നേഹിക്കുക. കഴിയുമെങ്കിൽ യാത്ര ചെയ്യുക. ഫാമിലിയായിട്ട് പോകാൻ കഴിയുമെങ്കിൽ ഫാമിലിയായിട്ട് പോവുക. അങ്ങനെ യാത്രയെ കൂടുതൽ അടുത്തറിയാനായിട്ടുള്ള ഓരോ അവസരങ്ങളും പാഴാക്കാതെ നമുക്ക് യാത്ര തുടരാം. പരന്നു കിടക്കുന്ന ഈ ലോകത്തിൻ്റെ ഒരു കോണിൽ നിന്ന് മറ്റു കോണിലേക്ക് തലങ്ങും വിലങ്ങും പായുന്ന വിമാനങ്ങളെ പോലെ നമുക്കും അല്പമെങ്കിലും യാത്രയെ സ്നേഹിക്കാം. യാത്രയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. എൻ്റെ ഒരു ഹിമാലയൻ യാത്ര ഇപ്പോൾ കഴിഞ്ഞു വന്നതേ ഉള്ളൂ. അതിനു മുൻപ് തായ്ലൻഡ് യാത്രയുണ്ടായിരുന്നു. പിന്നെ സിംഗപ്പൂർ, മലേഷ്യ, ഇവിടെ എല്ലാം കറങ്ങി. പക്ഷെ അന്നാളിലൊന്നും എനിക്ക് യാത്രയുടെ കാര്യങ്ങൾ വീഡിയോയിൽ പകർത്തുവാനോ അതുപോലെ തന്നെ അവ മറ്റുള്ളവർക്ക് കാണാൻ തക്ക സൗകര്യങ്ങൾ ചെയ്യാനോ അന്ന് എനിക്ക് തോന്നിയിരുന്നില്ല, കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് ചെറിയ തോതിലെങ്കിലും ഞാൻ യാത്രയെ വീഡിയോയിൽ പകർത്തി മറ്റുള്ളവർക്ക് കാണുവാൻ തക്ക തരത്തിൽ ചെറിയ തോതിലെങ്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളും യാത്രയെ സ്നേഹിക്കൂ. യാത്രയെ നിങ്ങൾ വീഡിയോയിൽ പകർത്തു. ഒരു യൂട്യൂബ് ചാനലിലൂടെ അവ നിങ്ങൾ അപ്ലോഡ് ചെയ്യൂ. മറ്റുള്ളവരും നിങ്ങളുടെ കണ്ണുകളിലൂടെ യാത്രകളെ കാണട്ടെ, ആസ്വദിക്കട്ടെ. അതാണ് നമുക്ക് ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മഹത് കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി മുതലുള്ള എൻ്റെ എല്ലാ യാത്രകളും ഞാൻ വീഡിയോയിൽ പകർത്തും. ചിലപ്പോൾ അത് മുഴുവൻ കമൻ്ററി ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. എന്നാലും
അണ്ണാറക്കണ്ണൻ തന്നാനായത് എന്ന പോലെ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ അവയെ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ആരെങ്കിലും അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ കൃതജ്ഞനായി. എൻ്റെ യാത്ര ഇങ്ങനെ നീളുകയാണ്. ആ യാത്രയിലൂടെ നീളം കാണുന്ന കാഴ്ചകൾ, ആ കാഴ്ചകളുടെ ഓളങ്ങൾ, പരപ്പുകൾ, അവ അനന്തമായി നീണ്ടുപോകുന്നു. പുതിയ പുതിയ സ്ഥലങ്ങൾ, പുതിയ പുതിയ ദേശങ്ങൾ, കാലങ്ങൾ, കാലാവസ്ഥകൾ എന്നിവ അടുത്തറിയുവാനുള്ള ആ ഒരു ജിജ്ഞാസ എന്നിൽ ഉണർത്തുന്ന ആ ആവേശം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. എന്തായാലും ഇത്രയും നേരം എന്നോടൊപ്പം യാത്ര ചെയ്തതിന് നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കാം. Take care. Bye bye. See you again. Very good,